ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 2024 മർത്തമറിയം വനിതാ സമാജം കേന്ദ്ര പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന ഏവർക്കും ഈ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. അധ്യായം 2. യേശുക്രിസ്തുവിൻ്റെ ആളത്വം. യേശുക്രിസ്തു പ്രവാചകന്മാരെക്കാളും ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനും അതുല്യനുമാകുന്നു എന്ന് 1-ാം അധ്യായത്തിൽ നാം പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായി ദൈവപുത്രൻ്റെ വെളിപാടിനു മുന്നിൽ ആരും അലസതയും ഉദാസീനതയും കാട്ടരുതെന്ന് ലേഖകൻ ഉപദേശിക്കുന്നു. മാലാഖമാർ മൂലം നൽകപ്പെട്ട സന്ദേശങ്ങൾ ലംഘിച്ചവർക്ക് ശിക്ഷ ലഭിക്കുന്നുവെങ്കിൽ പുത്രനാം ദൈവത്തിലൂടെ വെളിപ്പെട്ട മഹത്തായ രക്ഷ അവഗണിച്ചാൽ ശിക്ഷ വലുതായിരിക്കും എന്നുകൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. എബ്രായർ 2-3 ലേഖനങ്ങൾ ഒന്നിച്ചു ചേർത്താണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. ക്രിസ്തു ലോകത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി താഴ്മ ധരിച്ച ആളത്വമായി മാറി. രണ്ടാമതായി തേജസ്സിലേക്ക് നടത്തുന്ന രക്ഷാനായകനായി. 3. ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരണം വരിച്ചവനും മരണത്തെ ജയിച്ചവനുമായ മഹാപുരോഹിതനായി. ക്രിസ്തു അപ്പോസ്തലനായി. ഇത്രയും കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു ആളത്വമായി ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത്. അശ്രദ്ധ കൊണ്ടും അലസത കൊണ്ടും ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കുന്ന അപകടത്തെ സൂചിപ്പിക്കാനാണ് എബ്രായർ 2:1 ഇപ്രകാരം പറയുന്നത്: ഒഴുകിപ്പോകാതിരിപ്പാൻ ശ്രദ്ധിക്കുക. ക്രൈസ്തവ ജീവിതത്തിൽ നിരന്തരമായ ജാഗ്രത പുലർത്തി സത്യവിശ്വാസത്തിൽ മുന്നേറണമെന്നാണ് ഈ വാചകത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മാലാഖമാർ മുഖാന്തരം നൽകപ്പെട്ട സന്ദേശമെന്ന് എബ്രായർ 2:2 പരാമർശിക്കുന്നു. യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് ദൈവത്തിൻ്റെ മാലാഖമാർ വഴിയാണ് പഴയ ഉടമ്പടിയുടെ നിയമങ്ങൾ മനുഷ്യർക്ക് നൽകിയിരുന്നത്. മാലാഖമാർ നൽകിയ വചനങ്ങൾ ലംഘിച്ചാൽ ശിക്ഷ ഉണ്ടാകും എന്നതിനാൽ ദൈവപുത്രൻ്റെ സന്ദേശത്തെ ലംഘിച്ചാൽ ശിക്ഷ ഇരട്ടിയാകും എന്നും ഇവിടെ ആവർത്തിക്കുന്നു. ഇത്ര വലിയ രക്ഷ എന്ന പരാമർശം 2:4 നമുക്ക് കാണാം. രക്ഷയുടെ മഹത്വത്തിൻ്റെ കാരണങ്ങളാണ് അവിടെ വിശദമാക്കുന്നത്. അത് ഇപ്രകാരമാണ്: 1. അത് ക്രിസ്തുവിൽ കൂടെ പ്രഘോഷിക്കപ്പെട്ടതും തൻ്റെ മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും പ്രായോഗികമായതുമാണ്. അത് കേട്ടവരും കണ്ടവരും അനുഭവിച്ചറിഞ്ഞവരുമുണ്ട്. അത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സ്വീകരിക്കപ്പെട്ടതാണ്. രക്ഷ സകല മനുഷ്യവർഗത്തിനും പ്രപഞ്ച സൃഷ്ടിക്കും മുഴുവനുമുള്ളതാണ്. ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യോത്തരങ്ങൾ. ദൈവപുത്രൻ്റെ വെളിപാടിന് മുമ്പിൽ എന്ത് കാട്ടരുതെന്നാണ് ലേഖകൻ ഉപദേശിക്കുന്നത്? അലസതയും ഉദാസീനതയും. ഒഴുകിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന ആഹ്വാനം എന്ത് സൂചിപ്പിക്കാനാണ് നൽകിയിരിക്കുന്നത്? ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കുന്ന അപകടത്തെ സൂചിപ്പിക്കാനാണ്. യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് പഴയ ഉടമ്പടിയുടെ നിയമങ്ങൾ മനുഷ്യർ നൽകിയിരുന്നത് ആരു വഴിയാണ്? ദൈവത്തിൻ്റെ മാലാഖമാർ. മാലാഖമാർ നൽകിയ വചനങ്ങൾ ലംഘിച്ചാൽ ഡാഷ് ഉണ്ടാകും, ശിക്ഷ. എബ്രായർ 2:2. രക്ഷയുടെ മഹത്വത്തിന് കാരണങ്ങൾ എന്തെല്ലാം? അത് ക്രിസ്തുവിൽ കൂടെ പ്രഘോഷിക്കപ്പെട്ടതും തൻ്റെ മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും പ്രായോഗികമായതുമാണ്. അത് കേട്ടവരും കണ്ടവരും അനുഭവിച്ചറിഞ്ഞവരുമുണ്ട്. അത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സ്വീകരിക്കപ്പെട്ടതാണ്. രക്ഷ സകല മനുഷ്യവർഗത്തിനും പ്രപഞ്ച സൃഷ്ടിക്കും മുഴുവനുമുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നതാണ് പിന്നീടുള്ള ഭാഗങ്ങൾ. ക്രിസ്തു ലോകത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ചപ്പോഴും മാലാഖമാരേക്കാൾ ശ്രേഷ്ഠനായിരുന്നു എന്ന് ലേഖകൻ സൂചിപ്പിക്കുന്നു. കാരണം മാലാഖമാരേക്കാൾ അല്പം താഴ്ന്നവരാണ് മനുഷ്യരെങ്കിലും ലോകം മനുഷ്യർക്ക് വിധേയമായിട്ടാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ പ്രപഞ്ചത്തിന്മേലുള്ള അധികാരം മാലാഖമാരേക്കാൾ മനുഷ്യർക്കാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മനുഷ്യനെ തൻ്റെ മഹത്വത്തിൽ പങ്കാളിയാക്കുക എന്ന പദ്ധതിയാണ് ദൈവത്തിൻ്റേത്. അതിനുള്ള ആദ്യപടിയായിട്ടാണ് മനുഷ്യനെ തൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിൽ കാര്യവിചാരകനാക്കിയിരിക്കുന്നത്, പ്രപഞ്ചത്തിന്മേൽ അധികാരം നൽകിയിരിക്കുന്നത്. മനുഷ്യൻ, മനുഷ്യപുത്രൻ എന്നിങ്ങനെ സങ്കീർത്തനങ്ങളിൽ പരാമർശമുള്ളത് സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെക്കുറിച്ചാണ്.
എഹെസ്കേലിൻ്റെ പുസ്തകവും ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകവും പരിശോധിക്കുമ്പോൾ മനുഷ്യപുത്രൻ എന്ന പദം അവിടെ വ്യക്തമാക്കുന്നത് മശിഹായെക്കുറിച്ചാണ്. ക്രിസ്തുവും സ്വയം വിശേഷിപ്പിച്ചത് മനുഷ്യപുത്രൻ എന്നാണ്. ാണ് ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യപുത്രനായി മാറിയത്. പാപത്തിൽ വീണ മനുഷ്യൻ തനിക്ക് ലഭിച്ച ഉന്നത പദവി നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് അവർ ഭീരുവായി മാറുകയും ദൈവത്തോടുള്ള മത്സരത്തിലാവുകയും ചെയ്തു എന്ന് നാം പഴയ നിയമത്തിൽ കാണുന്നു. അങ്ങനെയുള്ള മനുഷ്യനെ രക്ഷിക്കുവാനാണ് ദൈവം മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യപുത്രനായി മാറിയത്. മനുഷ്യപുത്രനായ ക്രിസ്തു തൻ്റെ കുരിശുമരണം മൂലം മനുഷ്യനെ വീണ്ടെടുത്തു. അതുകൊണ്ട് മനുഷ്യൻ വീണ്ടും മഹത്വവും മാനവും അണിഞ്ഞവനായി മാറി എന്ന് എബ്രായർ 2:9 പറയുന്നു. മനുഷ്യർക്ക് മഹത്വം നൽകിക്കൊടുത്തത് ക്രിസ്തുവിൻ്റെ മരണവും പുനരുദ്ധാനവുമാണ്. ക്രിസ്തു ലോകത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ചപ്പോഴും മാലാഖമാരേക്കാൾ ശ്രേഷ്ഠനായിരുന്നു എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. അത് എപ്രകാരമാണ്? പ്രപഞ്ചത്തിന്മേലുള്ള അധികാരം മാലാഖമാരേക്കാൾ മനുഷ്യർക്കാണ് ദൈവം വാഗ്ദാനം ചെയ്തത്. ലോകം മനുഷ്യർക്ക് വിധേയമായിട്ടാണ് നിയോഗിക്കപ്പെട്ടിരുന്നത്. ദൈവത്തിന് മനുഷ്യൻ്റെ മേലുള്ള പദ്ധതി എന്താണ്? മനുഷ്യന് ദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്കാളിയാക്കുക. സൃഷ്ടിയുടെ മകുടം ആര്? മനുഷ്യൻ. പ്രവാചകന്മാരായ എഹെസ്കേൽ, ദാനിയേൽ എന്നിവർ മനുഷ്യപുത്രൻ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് ആരെ? മശിഹായെ. ദൈവം മനുഷ്യാവതാരം ചെയ്തതിൻ്റെ ഉദ്ദേശം പാപത്തിൽ വീണ മനുഷ്യൻ തനിക്ക് ലഭിച്ച ഉന്നത പദവി നഷ്ടപ്പെടുത്തി ഭീരുവായി മാറുകയും ദൈവത്തോടുള്ള മത്സരത്തിൽ ആവുകയും ചെയ്തു. മനുഷ്യനെ രക്ഷിക്കുവാനാണ് ദൈവം മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യനായി മാറിയത്. ക്രിസ്തു മനുഷ്യനെ വീണ്ടെടുത്തത് എങ്ങനെ? ക്രൂശുമരണത്താൽ. മനുഷ്യൻ മഹത്വം കൈവരിക്കാൻ ഇടയായത് എങ്ങനെ? ക്രിസ്തുവിൻ്റെ മരണവും പുനരുദ്ധാനവും. രണ്ടാമതായി, ക്രിസ്തു തേജസ്സിലേക്ക് നടത്തുന്ന രക്ഷാനായകനാണ്. എപ്രകാരമാണ് ക്രിസ്തു നമ്മെ തേജസ്സിലേക്ക് നയിക്കുന്നത്? പാപം മൂലം തേജസ് നഷ്ടപ്പെടുത്തിയ നമ്മെ ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയും കഷ്ടാനുഭവത്തിലൂടെയുമാണ് നമ്മെ തേജസ്സിലേക്ക് നയിക്കുന്നത്. അതിനായി ക്രിസ്തു മഹാപുരോഹിതനായും രക്ഷാനായകനായും മാറി. എബ്രായർ 2:13 ഇപ്രകാരം പറയുന്നു: ഇതാ ഞാനും ദൈവം എനിക്കു തന്ന മക്കളും. ഇത് യെശയ്യാവ് 8:18 വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് നൽകിയിരിക്കുന്നത്. യെശയ്യാവ് ജീവിച്ചിരുന്ന കാലഘട്ടമെന്ന് പറയുന്നത് ഒരു വിശ്വാസത്യാഗ കാലഘട്ടത്തിലായിരുന്നു. മാനസാന്തരപ്പെടണമെന്ന് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ വളരെ കുറച്ചു പേർ മാത്രമേ ഈ ആഹ്വാനത്തെ സ്വീകരിച്ചിരുന്നുള്ളൂ എന്ന് നമുക്ക് കാണാം. അവരെ അദ്ദേഹം ദൈവം തനിക്കു നൽകിയ മക്കൾ എന്ന് വിളിക്കുകയും ചെയ്തു. യെശയ്യാവും തന്നോടു കൂടിയുള്ള ജനവും ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ ക്രിസ്തു ശിഷ്യരായ നാം ഓരോരുത്തരും പ്രതികൂല സാഹചര്യങ്ങൾ സന്തോഷിക്കുന്നവർ ആകണമെന്ന് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നു. മൂന്നാമതായി, ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരണം വരിച്ചവനും മരണത്തെ ജയിച്ചവനുമായ മഹാപുരോഹിതനാണ്. ക്രിസ്തു ജഡം ധരിച്ചത് നമുക്കറിയാം. നമ്മുടെ പാപങ്ങളെ വീണ്ടെടുക്കുന്നതിനു വേണ്ടിയാണ്. മനുഷ്യവർഗത്തെ മുഴുവനായും വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ്. കഷ്ടതയിലും മരണത്തിലും കൂടി അവൻ കടന്നുപോയി. അവൻ നമ്മുടെ സഹോദരനായിരുന്നു. മാംസരത്നങ്ങളുള്ളവനായ പൂർണ്ണ മനുഷ്യനായിരുന്നു. ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മാലാഖമാരെ സംരക്ഷിക്കാനല്ല, മറിച്ച് അബ്രഹാമിൻ്റെ സന്തതിയായ നാം ഓരോരുത്തരെയും രക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമായിരുന്നു. തേജസ്സിൽ ദൈവസമനായ ക്രിസ്തു കഷ്ടതയിൽ മനുഷ്യനുമായി താതാത്മ്യം പ്രാപിച്ചു. അതിനുവേണ്ടിയാണ് ക്രൂശുമരണം സ്വീകരിച്ചത്. തന്മൂലം ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരെ സഹായിക്കുവാനും മഹത്വത്തിലേക്ക് ഉയർത്തുവാനും പ്രാപ്തനായ മഹാപുരോഹിതനായിരുന്നു ക്രിസ്തു. ജീവിതത്തിൽ വിവിധ യാതനകൾ കൂടിയും പ്രലോഭനങ്ങൾ കൂടിയും കടന്നു പോകുന്നവർക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്ന സന്ദേശമാണ് ഇവിടെ നാം കാണുന്നത്. രക്ഷാദൗത്യ നിർവഹണത്തിൽ പുത്രൻ പ്രാപ്തനായത് എങ്ങനെ? കഷ്ടാനുഭവത്തിൽ കൂടി. വിശ്വാസത്യാഗഘട്ടത്തിൽ ജീവിച്ചിരുന്നത് ആര്? യെശയ്യാവ്. യെശയ്യാവ് ജനത്തിന് നൽകിയ ആഹ്വാനം മാനസാന്തരപ്പെടണം. ദൈവം തനിക്ക് നൽകിയ മക്കൾ എന്ന് യെശയ്യാവ് വിളിച്ചതാരെ? മാനസാന്തരപ്പെടണം എന്ന ആഹ്വാനത്തെ സ്വീകരിച്ചവരെ. ജീവിതത്തിൽ യാതനകളിൽ കൂടി കടന്നു പോകുന്നവർക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്ന സന്ദേശം എന്താണ്?
തേജസ്സിൽ ദൈവസമനായ ക്രിസ്തു കഷ്ടതയിൽ മനുഷ്യനുമായി താതാത്മ്യം പ്രാപിച്ച് അവരെ സഹായിക്കുവാനും മഹത്വത്തിലേക്ക് ഉയർത്തുവാനും പ്രാപ്തനായ മഹാപുരോഹിതൻ ആണെന്ന്. നാലാമതായി ക്രിസ്തു അപ്പോസ്തലനായിരുന്നു എന്ന് കാണാം. ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, മോശയേക്കാൾ ശ്രേഷ്ഠനാണെന്ന് 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അബ്രഹാം കഴിഞ്ഞാൽ യഹൂദർ കൂടുതൽ ബഹുമാനം കൊടുക്കുന്നത് മോശയ്ക്കായിരുന്നു. ഇസ്രായേലിയരുടെ ഏറ്റവും വലിയ പ്രവാചകനും മധ്യസ്ഥനുമായി മോശയെ കാണുന്ന യഹോവ ക്രൈസ്തവർ മോശയേക്കാൾ ശ്രേഷ്ഠനായി ക്രിസ്തുവിനെ കണ്ടിരുന്നു എന്ന് കാണാം. യഹൂദ ക്രൈസ്തവരെ വിളിക്കുന്നത് 2 വാക്കുകൾ കൊണ്ടാണ്: വിശുദ്ധ സഹോദരർ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ. വിശുദ്ധർ, സഹോദരർ എന്നീ വിശേഷണങ്ങൾ പൗലോസിൻ്റെ ലേഖനങ്ങളിലൊക്കെ സുലഭമായി കാണുന്നു. ഫിലിപ്പ്യരുടെ ലേഖനമായാലും കൊരിന്ത്യർ, ഗലാത്യർ, കൊലോസ്യർ ഇവരുടെ ലേഖനങ്ങളിൽ വിശുദ്ധർ, സഹോദരർ എന്നുള്ള പ്രയോഗം നാം കാണുന്നുണ്ട്. ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവരെന്ന നിലയിലാണ് ക്രിസ്ത്യാനികളെ വിശുദ്ധർ എന്ന് വിളിച്ചിരുന്നത്. സഹോദരന്മാർ എന്ന് വിളിക്കുന്നത് ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായതുകൊണ്ടാണ്. വിശുദ്ധ സഹോദരർ എന്ന സംബോധന പുതിയ നിയമത്തിൽ എബ്രായർ ലേഖനത്തിൽ മാത്രം കാണുന്ന ഒന്നാണ്. ക്രൈസ്തവർ ദൈവത്താൽ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാകിയാൽ അവർ സ്വർഗീയ വിളിക്ക് അവകാശിയും ഓഹരിക്കാരുമാണ്. അതുകൊണ്ടാണ് യഹൂദ ക്രൈസ്തവരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ എന്ന് വിളിപ്പേരിൽ അറിയപ്പെടുന്നത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് കർത്താവ് പറയുന്നതായി യോഹന്നാൻ്റെ സുവിശേഷം 15:16 പറയുന്നു. എബ്രായർ ലേഖന കർത്താവ് ക്രിസ്തുവിന് നൽകുന്ന ഒരു സ്ഥാനനാമമാണ് അപ്പോസ്തോലൻ. 3:1 പറയുന്നു. പുതിയ നിയമത്തിൽ മറ്റൊരിടത്തും യേശുവിനെ അപ്പോസ്തോലൻ എന്ന് വിളിക്കുന്നില്ല. അതുപോലെ എബ്രായ ലേഖന കർത്താവ് മറ്റാരെയും അപ്പോസ്തോലൻ എന്ന് വിളിക്കുന്നതുമില്ല. ഇവിടെ ആരാണ് അപ്പോസ്തോലൻ? അയക്കപ്പെട്ടവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥമെങ്കിലും പ്രാതിനിധ്യ സ്വഭാവം വഹിച്ചുകൊണ്ട് പ്രത്യേക അധികാരത്തോടുകൂടി അയക്കപ്പെട്ടവനാണ് അപ്പോസ്തോലൻ അഥവാ ശ്ലീഹ. അയച്ചവന് തുല്യനായി അയക്കപ്പെട്ടവനെ കാണുന്നു എന്നാണ് അർത്ഥം. കാരണം യേശുക്രിസ്തു പിതാവിൽ നിന്ന് അധികാരം പ്രാപിച്ചതുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായി വന്നവനാണ്. ആ നിലയിൽ ക്രിസ്തുവിനെ അപ്പോസ്തോലൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. പിതാവാം ദൈവത്താൽ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട യഥാർത്ഥ ശ്ലീഹായായ ക്രിസ്തുവിൻ്റെ ശ്ലൈഹിക അധികാരം ഭാരതത്തിലെത്തിച്ചത് ക്രിസ്തു ശിഷ്യനായ തോമാശ്ലീഹ ആയതുകൊണ്ട് മാർത്തോമയുടെ ശ്ലൈഹിക അധികാരം, ശ്ലൈഹിക പിന്തുടർച്ച, ശ്ലൈഹിക സിംഹാസനം എന്നൊക്കെ നമ്മൾ സഭയിൽ പറയാറുണ്ട്. പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധിയായി ഭൂമിയിലേക്ക് വന്നതിനാൽ ക്രിസ്തു അപ്പോസ്തോലനും, മനുഷ്യൻ്റെ പ്രതിനിധിയായി ഭൂമിയിലേക്ക് വന്നതിനാൽ ക്രിസ്തു അപ്പോസ്തോലനും, മനുഷ്യൻ്റെ പ്രതിനിധിയായി യാഗത്തിലൂടെ മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് മഹിമാസനത്തിൽ ഇരിക്കുന്നതിനാൽ അവൻ നിത്യമഹാപുരോഹിതനുമാണ്. നാം എബ്രായർ ലേഖനത്തിൻ്റെ ആമുഖത്തിൽ മനസ്സിലാക്കിയതുപോലെ ഈ ലേഖനത്തിൻ്റെയൊക്കെ കാതലായ വിഷയം ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷ തന്നെയാണ്. ക്രിസ്തു അപ്പോസ്തോലനായിരിക്കുന്നത് പോലെ നമുക്കും ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലനായി മാറാം. ഏവർക്കും ആശംസകൾ. അബ്രഹാം കഴിഞ്ഞാൽ യഹൂദന്മാർ കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തി മോശ. യഹൂദ ക്രൈസ്തവരുടെ വിളിപ്പേരുകൾ: വിശുദ്ധ സഹോദരർ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ. വിശുദ്ധ സഹോദരൻ എന്ന സംബോധന പുതിയ നിയമത്തിൽ ഏത് പുസ്തകത്തിലാണുള്ളത്? എബ്രായർ ലേഖനം. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ എന്ന് ക്രൈസ്തവരെ വിളിക്കുന്നത് എന്തുകൊണ്ട്? ക്രൈസ്തവർ ദൈവത്താൽ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും ആകിയാൽ. പുതിയ നിയമത്തിൽ യേശുവിനെ അപ്പോസ്തോലൻ എന്ന് വിളിക്കുന്ന പുസ്തകം എബ്രായ ലേഖനം. അപ്പോസ്തോലൻ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ അഥവാ പ്രാതിനിധ്യ സ്വഭാവം വഹിച്ചുകൊണ്ട് പ്രത്യേക അധികാരത്തോടു കൂടി അയക്കപ്പെട്ടവൻ. ക്രിസ്തുവിനെ അപ്പോസ്തോലൻ എന്ന് വിളിക്കുവാനുള്ള കാരണം ക്രിസ്തു പിതാവിൽ നിന്നും അധികാരം പ്രാപിച്ചതുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ വന്നവനാണ്. ആ നിലയിൽ ക്രിസ്തുവിനെ അപ്പോസ്തോലൻ എന്ന് വിളിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശ്ലൈഹിക അധികാരം ഭാരതത്തിലെത്തിച്ചത് ആര്? വിശുദ്ധ തോമാശ്ലീഹ. ക്രിസ്തു നിത്യമഹാപുരോഹിതനാകുന്നതെങ്ങനെ? പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധിയായും മനുഷ്യൻ്റെ പ്രതിനിധിയായും ക്രിസ്തു അപ്പോസ്തോലനും, മനുഷ്യൻ്റെ പ്രതിനിധിയായി യാഗത്തിലൂടെ മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു മഹിമാസനത്തിൽ ഇരിക്കുന്നതിനാലും അവൻ നിത്യമഹാപുരോഹിതനാണ്. മാർത്തോമയുടെ ശ്ലൈഹിക അധികാരം, ശ്ലൈഹിക പിന്തുടർച്ച എന്നിങ്ങനെ പറയുന്നത് എന്തുകൊണ്ട്?
പിതാവാം ദൈവത്താൽ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട യഥാർത്ഥ സ്ലീഹായായ ക്രിസ്തുവിൻ്റെ ശ്ലൈഹിക അധികാരം ഭാരതത്തിലെത്തിച്ചത് ക്രിസ്തു ശിഷ്യനായ തോമാ സ്ലീഹായിലൂടെ ആയതിനാൽ